കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്യാപ്പിട്ട് ആണ് RYB ന്യൂട്രൽ കാണും. അപ്പോൾ ഇത് PT ടെർമിനലാണ്. തൊട്ടിപ്പുറത്തുള്ള 3 ടെർമിനലാണ് CT ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ CT ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ പോയിന്റാണ് കോമൺ. വയർ വന്ന് കയറുന്ന സെൻട്രലാണ്. സെൻട്രൽ വന്നിട്ട് രണ്ട് സൈഡേക്ക്, ഒരു സൈഡിൽ ഒന്നും കണക്ട് ചെയ്യാതെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, ഒരു സൈഡേക്ക് ഈ സെൻട്രൽ നിന്നുള്ള കണക്ഷൻ ലിങ്ക്, ഈ പറയുന്ന സാധനത്തിൽ ലിങ്ക് എന്ന് പറയുന്നത് ലിങ്ക് അവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നർത്ഥം സെൻട്രലിൽ കൂടെ വരുന്ന വയർ ഈ ലിങ്ക് വഴി ഈ മീറ്ററിലെത്തും. ഓക്കെ. അപ്പം CT നമുക്ക് ഈ മീറ്റർ ടെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മീറ്ററിലേക്കുള്ള കറണ്ട് ഫ്ലോ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ ലിങ്ക്, 2 ലിങ്ക് ഉണ്ട്. CT ഓപ്പൺ ആവാൻ പാടില്ല. ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയാണ് 2 ലിങ്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ലിങ്ക് നമ്മൾ അടിക്കുന്ന സമയത്ത് ഈ CTയുടെ കറണ്ട് ഇതുവഴി, രണ്ടാമത്തെ ഈ തൊട്ട് താഴത്തെ ലിങ്ക് വഴി എനർജി മീറ്ററിന് കിട്ടും. അപ്പോൾ ഓപ്പൺ കണ്ടീഷൻ ഒരിക്കലും ആവുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് വരുന്ന ഭാഗത്ത് വരുന്ന കറണ്ട്, സെൻട്രൽ കൂടെ വരുന്ന കറണ്ട് ഒരെണ്ണം ഇതുവഴിയും പോകും, ഒരെണ്ണം മീറ്ററിലോട്ടും പോകും. ഓക്കെ. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ലിങ്ക് അയച്ച് നമ്മൾ ഇപ്പുറത്തോട്ട് ഇടുമ്പോൾ ടോട്ടലി കറണ്ട് എന്ത് ചെയ്യും? വരുന്ന കറണ്ട് ഇതിൻ്റെ ഡയഗ്രാം അനുസരിച്ച് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് പോയിക്കോളും. ഈ എനർജി മീറ്ററിലോട്ട് പോകേണ്ട പോയിന്റ് ഫ്രീ ആവും. ഓക്കെ. അപ്പോൾ ഇതാണ് ലിങ്ക്. അപ്പോൾ നിലവിൽ കിടക്കുന്ന പൊസിഷനിൽ നിന്ന് എടുത്തിട്ട് ആദ്യത്തെ ലിങ്ക് ഊരി തൊട്ടിപ്പുറത്തോട്ട് ഇടുക. ഇത് ഊരി പോരത്തില്ല. നിങ്ങൾ യൂസ് ആക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡ് ഒരു C ഷേപ്പിലുമാണ്, മറ്റേത് റൗണ്ട് ഷേപ്പിലുമാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആവും. ഫ്രീ ആയ സാധനം തിരിച്ച് പിടിച്ച് ഇങ്ങോട്ടാക്കിയാൽ മാത്രം മതി. ഓക്കെ. അതേപോലെ ആദ്യത്തെ റിമൂവ് ചെയ്യുക, രണ്ടാമത്തെ റിമൂവ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ R ഫേസ് ഓപ്പൺ ആയി. അപ്പോൾ നമുക്കിവിടെ നമ്മളിവിടെ ക്ലാം മീറ്റർ വെച്ചിട്ടാണ് കറണ്ട് നോക്കുന്നത്. ആദ്യം ക്ലാം മീറ്റർ നമ്മളിവിടെ ഈ കവർ തുറക്കും. കവർ തുറക്കുന്നത് കാണിച്ചു തരും. കവർ തുറന്നിട്ട് നമ്മളിവിടെ ക്ലാം മീറ്റർ ഇടും. ക്ലാം മീറ്റർ ഇട്ടിട്ട് നോക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന ക്ലാം മീറ്റർ ഇല്ല. ക്ലാം മീറ്റർ ഇല്ലാത്തതുകൊണ്ട് ക്ലാം മീറ്റർ ഉള്ള സബ്സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, 220-നുണ്ട്, കുണ്ടറിലുണ്ട് ക്ലാം മീറ്റർ. അപ്പോൾ ഇവിടുന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മീറ്ററിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ 1-ന് ഇതിന് ഡിസ്പ്ലേ ഇല്ല, ജസ്റ്റ് പ്രസ് ചെയ്യാൻ ഇട്ടാൽ മതി. അതല്ല പുറത്ത് ഇതിൻ്റെ LNTയിലാണ് ഡിസ്പ്ലേ 1, 2, 3 ഉള്ളത്. ഓരോ മീറ്ററിനും വ്യത്യാസപ്പെടും. ഇതാണിപ്പോൾ 3 കുറച്ചുകൂടെ പോകണം. ഇത് THT ഒന്നുകൂടെ പോയിട്ട് ആദ്യം തൊട്ട് തുടങ്ങാം. ഓക്കെ. ഇപ്പോൾ അതിന് ടൈമും പിന്നെ വോൾട്ടേജ് ആയി, കറണ്ട് ആയി. ഓക്കെ. ഇത് 1.02 ഉണ്ട് R ഫേസ്. അപ്പോൾ ഊരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക. ചിലപ്പോൾ ഇന്നലെ വലിച്ചപ്പോൾ ഇത് വരുന്നില്ല എന്നുള്ളത് പറഞ്ഞു മേളിൽ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആവും. ഓക്കെ. അപ്പോൾ ഇത് വലിച്ചാൽ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് കളയുന്നുണ്ട്. പൊട്ടിച്ച് കളയരുത്. ഇത് മേളിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് മാറി റിലീസ് ആവും. ഓക്കെ. നമ്മൾ ക്ലാം മീറ്റർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. .98 ഉണ്ട്. ഓക്കെ. ഏകദേശം 1 ആംപിയർ തന്നെ ഉണ്ട്. നമ്മുടെ ഇവിടെ ക്ലാം മീറ്റർ തന്നെ കാണിക്കുന്നത് 0.98 കാണിക്കുന്നുണ്ട്. ഓക്കെ. കറണ്ട് കണ്ടോ 0.12 ആയിട്ട് കുറഞ്ഞു കണ്ടോ.
കംപ്ലീറ്റ്ലി സീറോ ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഇവിടെ നമ്മൾ ക്ലാമ്പ് ഇട്ട് നമ്മൾ നോക്കുന്ന ക്ലാമ്പിനെ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ക്ലാമ്പ് ഇല്ലാത്തടത്ത് നിങ്ങൾ ഈ എനർജി മീറ്ററിലെ കറണ്ട് എടുത്ത് വെക്കുക. ആദ്യത്തെ ലിങ്ക് വരുമ്പോൾ തന്നെ ഈ കറണ്ട് കുറയും. പിന്നെ രണ്ടാമത്തെ ലിങ്ക് വരുമ്പോൾ കംപ്ലീറ്റ് അത് സീറോയിലേക്ക് വരും. ഓക്കെ, ഇപ്പൊ സീറോ ഇല്ലാതെ കാണിച്ചിട്ടുണ്ട്. ഇത് വൈ ആണ്, 1.03 ഉണ്ട്. ഏതാ? ബി ബി ഹീറ്റിങ്ങിൻ്റെ മുഴുവൻ മാറി. അപ്പം നമ്മൾ 3 കറണ്ട് കൂടെ RYB 3 കറണ്ട് ഷോർട്ട് ചെയ്ത് നമ്മൾ ബൈപ്പാസ് ചെയ്തു. എനർജി മീറ്ററിലോട്ട് വരുന്ന കറണ്ട് കട്ട് ചെയ്തു. ഇനി എന്താ വേണ്ടത്? നമുക്ക് വോൾട്ടേജ് കട്ട് ചെയ്യാന്നുള്ളത്. വോൾട്ടേജ് കട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ഈ ഓരോ പാനലിൽ ഇൻഡിവിജ്വലി MCB ഉണ്ട്. MCB ഉള്ള പുതിയ പാനലിലുള്ള MCB ഉണ്ട്. ആ MCB വിടിൻ്റെ ആട്ടം ഓഫ് ചെയ്യുക. ഇല്ല, MCB ഇല്ലാത്ത MCB ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ജസ്റ്റ് ഷോർട്ടിങ് റിമൂവ് ചെയ്തിടുക. ഓക്കെ, ഇൻ കേസ് നമ്മളെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിലൂടെ റിമൂവ് ചെയ്ത് ഇടുക, തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ മൾട്ടിമീറ്റർ ഗ്രൂപ്പിൽ $105 വോൾട്ടിനടുത്തുണ്ട്. ഓക്കെ, അത് 105 ഉണ്ട്, ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ ഇത് ലിങ്ക് അയച്ചു കഴിയുമ്പോൾ ലിങ്ക് താഴോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ മേളിൽ അപ്പോൾ നോക്കിയത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വോൾട്ടേജ് നോക്കും. ഓക്കെ, ഇത് 3 കഴിയുമ്പോൾ തന്നെ കാര്യം വെച്ചാൽ മീറ്ററിന്റെ ഡിസ്പ്ലേ കട്ടാവും. ഓക്കെ, അപ്പോൾ ഇത് കട്ടാവുന്നുള്ളത് വോൾട്ടേജ് ഇവിടെ കാണത്തില്ല. അതിനുശേഷം ഇനി മൾട്ടിമീറ്റർ നോക്കണ്ടല്ലോ, കാണത്തില്ല. ഓക്കെ, ഇതിനകത്ത് ഇതിനകത്തും ഓക്കെ. അപ്പം നിങ്ങൾ ഡ്രോയിങ് ഉണ്ടെങ്കിൽ ഡ്രോയിങ് കൂടെ റെഫർ ചെയ്യുക. നമുക്ക് നോർമലി ആദ്യത്തെ ആയിരിക്കും വരുന്നത്. ഇൻകമറിൽ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഫൈനൽ റീഡിങ് മീറ്ററിൻ്റെ അത് പ്രോപ്പർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോർമലി ഇത് വരുന്നത്. ഇപ്പം നമ്മൾ PT കട്ട് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ റീഡിങ് എടുക്കണം. നമ്മൾ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യണമെങ്കിൽ എല്ലാ ഇതിൻ്റെ FR എടുക്കണം. അപ്പോൾ ഇത്രയും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ വീണ്ടും ഓണാക്കി തരാം. ഓണാക്കിയിട്ട് റീഡിങ് എടുക്കാം. ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഓരോ പാനൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറിങ് നോർമലി സിസ്റ്റത്തിൽ കിടക്കുന്ന ഡ്രോയിങ് പ്രകാരമുള്ള വയറിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഇത് വയറിംഗ് ഫീൽഡിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും റിവേഴ്സലോ എന്തെങ്കിലും വെച്ച് റിലേക്കാരോ ഞങ്ങളോ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. അപ്പം ഇത് ആ ആക്ച്വൽ വയറിംഗ് അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലല്ല വയറിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറണ്ട് റിവേഴ്സൽ എന്നൊക്കെ പറയാൻ കാണും. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്ത് നൊട്ടേഷനാണോ കിടക്കുന്നത് ആ നൊട്ടേഷൻ നിങ്ങളൊരു ബുക്കിനകത്ത് ആദ്യം എഴുതിയെടുക്കുക. തിരിച്ച് കണക്ട് ചെയ്യുമ്പോഴും അതേ രീതിയിൽ തന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരു ഫോട്ടോ എടുത്തിടുക, ബുക്കിനകത്ത് എഴുതിയിടുക ചെയ്യുക. അപ്പോൾ ഇത് അഴിക്കുന്നതിന് മുന്നേ ഇത് എഴുതിയിടാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. കാരണം തിരിച്ചു വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വയറുകൾ മാറിയിട്ടുണ്ടോ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ട്രേസ് ചെയ്യാനൊക്കെ പിന്നെ നമ്മൾ തന്നെ വന്ന് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ല നിങ്ങൾ ഈ ടെർമിനൽ ഇത് ചെയ്യുക. ടെർമിനൽ മാറ്റി നോക്കിയിട്ട് പിന്നെ അതിൻ്റെ റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ടെർമിനൽ നോട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് PT ഇട്ടിട്ട് റീഡിങ് ലിങ്ക് ഇല്ല
റീഡിങ് എടുത്താൽ മതി. അടിക്കുമോ എം സി മേടിച്ചിട്ട്? ആ അല്ല, ഇതിട്ടിട്ട് പിന്നെ എം സി മേടിച്ചതായിരുന്നു അല്ലേ? ആ അത് മതിയല്ലോ, കിട്ടുമല്ലോ. ആ KW റീഡിങ് ഫൈനൽ റീഡിങ് ഒന്ന് ഫോട്ടോ എടുത്തോ. ഇരുപത്തൊമ്പത് 33 72. 29 33 72. ഓക്കെ അല്ലേ? KVH ഉണ്ട്. വേണ്ട, KW മാത്രം മതി, അവർക്ക് എൻട്രൻസ്മെന്റ് ഉണ്ട്. ഇത് പറഞ്ഞിട്ട് അവർ KVH പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ എന്തിനായിരുന്നു? KW പോരെ? ആണോ? അല്ല ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. KVH എൻട്രി ചെയ്യേണ്ടി വരുമോ? KVH എൻട്രി ചെയ്യേണ്ടി വരുമോ? ഇല്ലല്ലോ. KVH വേണമെന്നാ ഈ ഒരു കാര്യം, KVH ഒരു മിനിറ്റ്, KVH കൂടെ എടുത്തു വെച്ചു. നിങ്ങൾ എന്തെന്ന് വെച്ചാൽ അതിന്റെ പ്രൊസീജിയർ ആർക്കെങ്കിലും പഠിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. മൊബൈൽ ആപ്പൊക്കെ ചെയ്യുന്നത് അതിൻ്റെ തന്നെ പ്രൊസീജിയർ എന്ന് KVH കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഇത് R1 ആണ്. R2 R3 ഇനി എടുക്കും. ഓക്കെ ഓക്കെ ഇതാണ് KVH. 30 12 89. 30 12 89 KVH. 30 12 89 അത് നോട്ട് ചെയ്ത് വെച്ചു. ഇനി കുഴപ്പമില്ല. അല്ല, ഇതിന്റെ IT-കാർ ഇൻസ്റ്റലേഷന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ നമുക്ക് അറിയത്തില്ല എന്താ പ്രൊസീജിയർ എന്നുള്ളത്. ഇപ്പൊ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ട് വീഡിയോ ഉണ്ട്. കാരണം ഇതിന്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ വൺസ് ഇത് മീറ്റർ പോയി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ പാടായിരിക്കും. അപ്പൊ ഇപ്പൊ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. റീഡിങ്ങും സീരിയൽ നമ്പറും കാണത്തക്ക രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കണമെന്ന്. അതിലെ വന്ന